ഹായ് ഫ്രണ്ട്സ്, LKG ആനുവൽ എക്സാമിൻ്റെ ഒരു മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇത് എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 50 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളുടെ പേര് പറയുക. 5 എണ്ണത്തിന് 2 മാർക്ക് വീതം 10 മാർക്കാണ്. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഓരോ ചിത്രവും തൊട്ട് കാണിച്ച് നിങ്ങളോട് അതിൻ്റെ പേര് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറയണം. ഫസ്റ്റ് പിക്ചർ നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ചർക്ക. രണ്ടാമത്തെ ചിത്രം നോക്കാം. രണ്ടാമത്തെ ചിത്രം എന്താണ്? പറ. മൂന്നാമത്തെ ചിത്രം എന്താണ്? മുഖം. നാലാമത്തെ ചിത്രം ഏതാണ്? മാങ്ങ. അഞ്ചാമത്തെ ചിത്രം ഏതാണ്? ഘടികാരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിട്ടുപോയ സ്വരാക്ഷരങ്ങൾ പറയുക. വിട്ടുപോയ സ്വരാക്ഷരങ്ങൾ നമ്മളത് കറക്റ്റായിട്ട് പറയണം. ചിലപ്പോൾ നമുക്കത് എഴുതേണ്ടി വരും, തേർഡ് ടൈം ആയ കാരണം കൊണ്ട്. അപ്പം അത് നിങ്ങൾ എഴുതാനും കൂടി പഠിച്ചിരിക്കണം. ആ ഇ ഈ ഉ ഊ എർ, എ ഐ, ഒ ഓ, ഔ അം ആ, ഇ ഈ ഉ ഊ എർ, എ ഐ, ഒ ഓ, ഔ അം ആ. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം പറയുകയാണ്. 3 എണ്ണത്തിന് 2 മാർക്ക് വീതം 6 മാർക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻസർ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ പറയണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ദേശീയ പക്ഷി. ബ്രാക്കറ്റിൽ മയിൽ, കാക്ക തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദേശീയ പക്ഷി ഏതാണ്? മയിൽ. ആൻസർ എന്താണ്? മയിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കരയിലെ ഏറ്റവും വലിയ ജീവി. ബ്രാക്കറ്റിൽ കുരങ്ങൻ, ആന തന്നിട്ടുണ്ട്. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആൻസർ ആന. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പാൽ തരുന്ന മൃഗം. ബ്രാക്കറ്റിൽ പൂച്ച, പശു തന്നിട്ടുണ്ട്. പാൽ തരുന്ന മൃഗം ഏതാണ്? ആൻസർ പശു. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി വിട്ടുപോയ അക്ഷരം പറയുക. 4 എണ്ണത്തിന് 2 മാർക്ക് വീതം 8 മാർക്കാണ്. ആദ്യത്തെ ചിത്രം നോക്കാം. എന്താണ് ഇത്? സദ്യയാണ്. അപ്പോൾ അത് വിട്ടുപോയ അക്ഷരം ഏതാണ്? സ. വിട്ടുപോയ അക്ഷരം സ. രണ്ടാമത്തെ പിക്ചർ നോക്കാം. രണ്ടാമത്തെ പിക്ചർ എന്താണ്? ശലഭം. അപ്പോൾ വിട്ടുപോയ അക്ഷരം ഇതിലേതാണ്? ശ. മൂന്നാമത്തെ ചിത്രം നോക്കാം. വിട്ടുപോയ അക്ഷരം ഏതാണ്? ഞ. നാലാമത്തെ ചിത്രം നോക്കാം. എന്താണിത്? വീണ. അപ്പോൾ വിട്ടുപോയ അക്ഷരം ഏതാണ്? ന. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കുക. 5 എണ്ണത്തിന് 2 മാർക്ക് വീതം 10 മാർക്കാണ്. ലെഫ്റ്റ് സൈഡിൽ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നടുവിൽ ചില്ലക്ഷരങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ ചില്ലക്ഷരങ്ങളോട് മാച്ച് ചെയ്യുന്ന ചിത്രങ്ങളിലേക്ക് നമ്മൾ വരച്ച് യോജിപ്പിക്കണം. ആദ്യത്തെ ചിത്രം കൂണിൻ്റെ പടമാണ് തന്നിരിക്കുന്നത്. കൂൺ. അപ്പോൾ അതിൻ്റെ ചില്ലക്ഷരം ഏതാണ്? എൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ വരച്ച് യോജിപ്പിക്കണം. അടുത്ത ചിത്രം ഏതാണ്? മീൻ. അതിൻ്റെ ചില്ലക്ഷരം ഏതാണ്? എൻ. അപ്പോൾ നമ്മൾ ആ ചിത്രം എന്നിലേക്ക്
വരച്ച് യോജിപ്പിക്കുക. നെക്സ്റ്റ് ചിത്രം ഏതാണ്? കിണർ. കിണറിൻ്റെ ചില്ലക്ഷരം ഏതാണ്? എർ. അപ്പോൾ നമ്മൾ എറിലേക്ക് ആ ചിത്രം വരച്ച് ചേർക്കണം. കിണർ നമ്മൾ ഇനി അടുത്ത ചിത്രം ഏതാണ്? തൂവൽ. തൂവലിൻ്റെ ചില്ലക്ഷരം ഏതാണ്? എൽ. അപ്പോൾ നമ്മൾ എല്ലിലേക്ക് തൂവൽ വരച്ച് ചേർക്കണം. തൂവലിൻ്റെ ചിത്രം വരച്ച് ചേർക്കണം. നെക്സ്റ്റ് ഏതാണ്? ആപ്പിൾ. ആപ്പിളിൻ്റെ ചില്ലക്ഷരം ഏതാണ്? എൽ. അപ്പോൾ എല്ലിലേക്ക് നമ്മൾ ആപ്പിളിൻ്റെ ചിത്രം വരച്ച് ചേർക്കണം. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഓരോ വാക്കു പറയുക. രണ്ടെണ്ണത്തിന് 2 മാർക്ക് വീതം 4 മാർക്കാണ്. അതിൽ അക്ഷരം വാ. വാ വച്ചിട്ട് ഏതാണ് വാക്ക്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വല. മാ വച്ചിട്ട് ഏതാണ് വാക്ക്? മല. LKG കുട്ടികൾക്ക് ഓറൽ എക്സാം ആണ്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ടൈം ആയ കാരണം കൊണ്ട് ചെറിയ ചെറിയ വേർഡ്സുകൾ അവരെ കൊണ്ട് വിട്ടുപോയെടുത്ത് സ്കൂളിൽ എഴുതിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ വല, മല ഒക്കെ എഴുതി പഠിക്കണം കുട്ടികൾ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു നഴ്സറി ഗാനം പാടാനാണ്. അതിന് 4 മാർക്കാണ്. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ഏതെങ്കിലും മലയാളം പദ്യം ചൊല്ലണം. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.